നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. ഇന്ത്യ മലേഷ്യ രാജ്യാന്തര സൗഹൃദ മത്സരത്തിൽ ഇന്ത്യക്ക് 1-1 സമനിലയായിരുന്നു. ഈ വർഷം ഇന്ത്യക്ക് ഒറ്റ ജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. പരിശീലകനായ ഇഗോർ സ്റ്റീമാച്ചിനെ മാറ്റി സ്പാനിഷ്കാരൻ മനോലോ മാർക്കസിനെ കൊണ്ടുവന്നിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ 19-ാം മിനിറ്റിൽ ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ഇന്ത്യ ആദ്യ ഗോൾ വഴങ്ങിയത്. പ്രതിരോധ നിരയിൽ നിന്നും അടിച്ചകറ്റിയ ബോൾ കൃത്യമായി പന്തിൻ്റെ വേഗത മനസ്സിലാക്കാൻ കഴിയാതെ സന്ധു പിടിക്കാൻ നോക്കിയെങ്കിലും സന്ധുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ബോക്സിലേക്ക് വീണ ബോളിനെ ജോസുവിനെ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് തട്ടി അകറ്റേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മലേഷ്യ അവരുടെ ആദ്യ ഗോൾ നേടി. അപ്രതീക്ഷിതമായ വീണ ഈ ഗോളിൽ ഇന്ത്യ അതിനുശേഷം കുറച്ചുകൂടെ നന്നായി ഗോളിനായി പൊരുതി കളിച്ചു. അതിന് ഫലവും ഇന്ത്യക്ക് കിട്ടി. 22-ാം മിനിറ്റിൽ കോർണർ കിക്കിലൂടെ രാഹുൽ ബേക്കെ നല്ലൊരു ഹെഡറിലൂടെ ഇന്ത്യക്ക് സമനില നേടിക്കൊടുക്കുകയും ചെയ്തു. ആ ഗോളിന് ശേഷം ഇന്ത്യ ആദ്യ പകുതി അവസാനം വരെ നന്നായി തന്നെ പൊരുതി കളിച്ചു. ഗോളിനായി പൊരുതി കളിച്ചിരുന്നെങ്കിലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിലും ഇന്ത്യൻ ടീം ഉണർന്ന് കളിച്ചിരുന്നുവെങ്കിലും ഒരു 80-ാം മിനിറ്റ് വരെ ഇന്ത്യ തന്നെയാണ് അറ്റാക്കിൽ കൂടുതൽ ശ്രദ്ധിച്ചത്. പക്ഷേ ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. 80-ാം മിനിറ്റിലാണ് ജിതിനെയും വിപിനെയും ഇറക്കിയത്. പക്ഷേ അവർക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. 80-ാം മിനിറ്റിന് ശേഷം മലേഷ്യ തന്നെയാണ് ജയത്തിനായി പൊരുതി കളിച്ചത്. അവരുടെ അവസാന മിനിറ്റിൽ അവരുടെ ഷൂട്ട് ബോക്സിൽ തട്ടിപ്പോകാനും സന്ധുവിൻ്റെ നല്ലൊരു സേവും കൊണ്ട് ഇന്ത്യ ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടു. അങ്ങനെ ഇന്ത്യ 1-1 സമനിലയിൽ പിരിഞ്ഞു. കഴിഞ്ഞ വർഷം നവംബർ 16-ന് ലോകകപ്പ് ഫുട്ബോളിൽ യോഗ്യതയിൽ ഖത്തറിനെ തോൽപ്പിച്ചത് മാത്രമാണ് ഇന്ത്യക്ക് അവസാന ജയം. തുടർന്ന് നടന്ന 12 കളിയിലും ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 7 തോറ്റു, 5 സമനില.